നമസ്കാരം. കുറ്റാന്വേഷണ പരമ്പരയിലെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. രവീന്ദ്രൻ എന്ന 65 വയസ്സുകാരൻ അയാൾ താമസിക്കുന്ന അഞ്ജന എന്ന വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന നിലയിൽ കാണപ്പെട്ടു. സുകുമാരൻ എന്ന അയൽക്കാരൻ സ്റ്റേഷനിലെത്തി മൊഴി നൽകിയ പ്രകാരം അയാളുടെ മൊഴി രേഖപ്പെടുത്തിയ ഒരു എഫ്ഐആർ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സുകുമാരൻ പറഞ്ഞത്, ഞാൻ താമസിക്കുന്നത് ഈ പെരുമ്പഴുതൂരിൽ നിന്നും അരുവിക്കര പോകുന്ന ആ റോഡിൽ കുറച്ചങ്ങോട്ട് ഇറങ്ങുന്നിടത്താണ് എൻ്റെ വീട്. അതിന് സമീപത്ത് തന്നെയാണ് ഈ രവീന്ദ്രൻ താമസിക്കുന്നത്. രവീന്ദ്രൻ താമസത്തിന് വന്നിട്ട് 4-5 വർഷമായി. പക്ഷെ വരുന്ന സമയത്ത് അയാളോടൊപ്പം ഭാര്യയും മകനും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പ്രവൃത്തി ദോഷം മൂലമായിരിക്കണം ഇയാളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിയുന്നതിന് തന്നെ SI അയാളെയും കൂട്ടി സംഭവ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ട്രൂ കേസാണെന്ന് മനസ്സിലായി. നേരെ ഉടനെ തന്നെ CI വിവരം അറിയിച്ചു. മറ്റു സ്ഥലങ്ങളിലേക്ക് മെസ്സേജൊക്കെ അയക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ആൾക്കാരൊക്കെ വന്ന് കൂടിക്കൊണ്ടിരുന്നു. 2 പോലീസുകാരെ അവിടെ കാവൽ നിർത്തിയിട്ട് വീണ്ടും സ്റ്റേഷനിലെത്തി. CIക്ക് മെസ്സേജ് കൊടുത്തതോടൊപ്പം മറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയ്ക്കും ഡോഗ് സ്ക്വാഡിനൊക്കെ മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. മെസ്സേജ് ലഭിച്ച ഉടനെ തന്നെ ASIയും 2 പോലീസുകാരെയും കൂട്ടി ഞാൻ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ റോഡ് ബ്ലോക്ക് ആവത്തക്ക രീതിയിൽ കാഴ്ചക്കാരും വാഹനങ്ങളും കൊണ്ടൊരു കൺജക്ഷനാണ്. ഒരുവിധം അവരെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് വീട്ടിനുള്ളിലേക്ക് കയറിയത്. വീട്ടിനുള്ളിൽ കയറുമ്പോൾ കട്ടിലിൽ തല അല്പം ചരിച്ച നിലയിലാണ് കിടക്കുന്നത്. ഷർട്ട് ധരിച്ചിട്ടില്ല, ഒരു ലുങ്കി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അയാളുടെ ഇടത് ഭാഗം നെഞ്ചിൽ 2 മുറിവുകൾ കാണപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് ചോര വാർന്ന് ഷീറ്റിലൂടെ ഒഴുകി തറയിൽ തളം കെട്ടി നിൽക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. ആ കുത്താൻ ഉപയോഗിച്ച ആയുധവും തറയിൽ തന്നെ കിടപ്പുണ്ട്. മാത്രമല്ല അയാളുടെ കയ്യിലും ചോരപ്പാടുകളുണ്ട്. ഇത് ആ കിടന്ന രീതിയിൽ തന്നെ സീനിൻ്റെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് അതിനകത്ത് നടക്കുന്നതിന് മുമ്പ് തന്നെ കട്ടിലിൻ്റെ ചുറ്റുമൊന്ന് നടന്ന് അവിടെ മുറിക്കകത്ത് വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നപ്പോൾ ആ കട്ടിലിന് സമീപം തൂക്കിയിട്ടിരുന്ന ഒരു ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കവറ് കണ്ടെത്തി. കവറ് എടുത്ത് പരിശോധിച്ചതിൽ അത് രവീന്ദ്രനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളതാണ്. രവീന്ദ്രൻ, അഞ്ജന, പെരുമ്പഴുതൂർ, നെയ്യാറ്റിൻകര PO എന്ന വിലാസത്തിലാണ് കത്ത് വന്നിരിക്കുന്നത്. കത്ത് അങ്ങനെ അതേപടി അവിടെ വെച്ചിട്ട് അതേപോലെ മറ്റ് ഇൻക്വസ്റ്റ് എഴുതി തുടങ്ങുമ്പോൾ ഇൻക്വസ്റ്റിനോടൊപ്പം തന്നെ ആ കത്തും അവസരവെച്ച് ബന്ധുവസിലെടുത്തു. ഈ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോക്കാർ വരുന്നത് വരെ അവിടെ അല്പസമയം ഗ്യാപ്പ് കൊടുത്തതിനിടയിൽ ആളുകളുടെ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര മദ്യപാനിയാണ്. അയാൾക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ഉണ്ടായിരുന്നു. ഇയാൾ 2-3 വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വിവാഹം കഴിച്ചതിൽ 2 പെൺമക്കളുണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ജോലിയുണ്ടായിരുന്നു. ആ പെൺമക്കളെയും ഈ സ്ത്രീയെയും ഉപേക്ഷിച്ച് പോരുമ്പോൾ ഇവർ 2 ആളും കൂടെ ചേർന്ന് ലോൺ എടുത്ത് വെച്ച വീടിൻ്റെ അതിനെ കച്ചവടം ചെയ്തിട്ട് നയാ പൈസ വിട്ടുകൊടുക്കാതെ അതിൻ്റെ നേരെ പകുതി ആനുകൂല്യം വാങ്ങിച്ച് 2 പെൺമക്കളെയും തള്ളയും ഉപേക്ഷിച്ചിട്ടാണ് ഇയാൾ ആദ്യത്തെ വിവാഹം തന്നെ വേർപിരിഞ്ഞത്. അത് കഴിഞ്ഞ് മറ്റേതോ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുറച്ചാൾ അവരുടെ കൂടെ താമസിച്ചു. 3ാമതാണ് നന്ദിനി എന്ന് പറയുന്ന PSC ഓഫീസിൽ ജോലി ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ നന്ദിനിക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പം തന്നെ ഒരു മകനുണ്ടായിരുന്നു. അത് അവരുടെ ഭർത്താവ് ശ്രീനിവാസൻ പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിൽ ആയിരുന്നപ്പോൾ തന്നെ അവിടെ വെച്ചുണ്ടായ ഒരു മഞ്ഞുമല ഇടിഞ്ഞ് വീണ ഒരു അപകടത്തിൽ വെച്ച് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. പക്ഷെ അവർ മകനെ അവരുടെ ജോലിയുടെ ഇത് വെച്ചിട്ട് തന്നെ മകനെ പഠിപ്പിച്ച് എൻജിനീയറാക്കി ടൊക്രോ പാർക്കിൽ ജോലിയും വാങ്ങിക്കൊടുത്തു. ജോലിയും കിട്ടി. അങ്ങനെ അവർ താമസിക്കുന്ന സമയത്താണ് ഇയാളുടെ ഈ ദിവസവും മദ്യപിച്ചുകൊണ്ടുള്ള ഈ വഴക്കം കാണും.
അപ്പം മകന് ഇയാളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ അഭിപ്രായത്തിൽ ഒരു 10, 50 വയസ്സ് വരെ ഭർത്താവ് മരിച്ച് നിന്നിട്ട് പോലും മറ്റൊരു വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞ് നിന്ന ആ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല. ഈ കള്ള് കുടിയൻ്റെ കയ്യിൽ വലയിൽ എങ്ങനെ വീണെന്നറിഞ്ഞില്ല. മാത്രമല്ല ഈ ഈ പട്ടാളക്കാരൻ്റെ പണം കൊണ്ടാണ് ഈ വീട് വാങ്ങി മുഴുക്ക പൈസ മുടക്കിയതെല്ലാം അമ്മയാണ്. പക്ഷേ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്ത കൂട്ടത്തിൽ അവകാശികളുടെ കൂട്ടത്തിൽ ഇയാളെ പേരും വെക്കേണ്ടി വന്നു. കാരണം ഇവരുടെ ലീഗലായിട്ട് വിവാഹം കഴിച്ച ഭർത്താവാണ്. അപ്പം അതിൻ്റെ അവകാശം പേറിയാണ് അയാൾ അവിടെ താമസിക്കുന്നത്. ഈ രവീന്ദ്രനോട്ട് പൊരുത്തപ്പെടാത്തതുകൊണ്ട് തന്നെ മകൻ കൂട്ടുകാരോടൊപ്പം ആ ടെക്നോ പാർക്കിന് സമീപം ഒരു വീടെടുത്ത് അവരോടൊപ്പമാണ് താമസിക്കുന്നത്. ഈ നന്ദിനി എന്ത് വരട്ടെ എന്ന് കരുതി ഇയാളോടൊപ്പം കുറച്ച് നാൾ കഴിഞ്ഞു. എങ്കിലും തീരെ സഹിക്കാൻ വയ്യാത്ത ഒരവസരം വന്നപ്പോഴാണ്, സന്ദർഭം വന്നപ്പോഴാണ് ഇവരെ ഉപേക്ഷിച്ചിട്ട് അവർ ചെന്ന് മകനോടൊപ്പം താമസമായത്. അതിനുശേഷം ഇയാൾ ഒറ്റയ്ക്കാണ് താമസം. ഈ രവീന്ദ്രനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് ഇത് തന്നെയാണ് ജോലി. ഇയാൾ മാത്രമല്ല, ഇയാളെ അച്ഛനും ഇത് തന്നെയായിരുന്നു സ്വഭാവം. കാണുന്നിടത്തെല്ലാം ചെന്ന് വിവാഹം കഴിക്കുക, പെണ്ണ് കെട്ടുക, ഉപേക്ഷിച്ചിട്ട് പോരുക, പിന്നെ ഇങ്ങനെ പരന്ന് നടക്കുക. അത് അന്ന് കൂലിപ്പണിക്കാരനായതുകൊണ്ട് പലയിടത്തും അതിന് സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറിയ സാഹചര്യത്തിൽ ഇയാൾക്കൊരു മാറ്റം ഉണ്ടായില്ല. ഇയാൾ ഡൈവേഴ്സ് ചെയ്യും, ലീഗലായിട്ട് ഡൈവേഴ്സ് ചെയ്യും, വീണ്ടും കല്യാണം കഴിക്കും. ഇതാണ് ഇയാളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ. ഇയാൾ ദാരിദ്ര്യത്തിലാണ് വളർന്നത്. ബന്ധുക്കളുടെ സഹായത്തിലാണ് ഇയാൾ പഠിച്ച് വളർന്നത്. പക്ഷെ ജോലി കിട്ടിയതിന് ശേഷം ഒരൊറ്റ ബന്ധുക്കളെ തിരിഞ്ഞു നോക്കാനോ അവരുമായിട്ട് ബന്ധപ്പെടാനോ ഇയാൾ ശ്രമിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ബന്ധുക്കൾക്കെല്ലാം ഇയാളോട് വിരോധമാണ്. ഇത് ഇയാളുടെ അറിയാമെന്നുള്ള അടുത്തൊരു ബന്ധുവാണ് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞു കേട്ടപ്പോൾ ഒരു സംശയം, ഈ കൊലപാതകത്തിൽ ഇയാളെ കൊലപ്പെടുത്തിയതിന് ഇനി അവർക്കാർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊരു സംശയം ഉള്ളിലോട്ട് ഇങ്ങനെ കടന്നു പോയി. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഈ ഇൻക്വസ്റ്റ് എല്ലാം കഴിഞ്ഞ് നടപടിയെല്ലാം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് അയക്കുന്നതിന് മുമ്പാണ് നന്ദിനി എത്തിയത്. നന്ദിനിക്ക് ഈ മൃതശരീരം കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ ശരീരം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. അപ്പം നന്ദിനി വന്ന ഉടനെ തന്നെ മറ്റുള്ളവരടുത്തൊക്കെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരെ പതുക്കെ വിളിച്ചിട്ട് അവരെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. നിങ്ങൾ എവിടെയായിരുന്നു, എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോയത്, ആ വിവരങ്ങളൊക്കെ അവർ പറഞ്ഞതെല്ലാം അതേപടി രേഖപ്പെടുത്തി. സർ, എൻ്റെ മകന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഇയാളുടെ ഈ കള്ളുകുടിയും എന്നെ ഉപദ്രവിക്കുന്നതൊക്കെ അവന് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ എത്ര സഹിക്കാമെന്നുള്ളതിൻ്റെ മാക്സിമം സഹിച്ച് കഴിയാം എന്നൊക്കെ കഴിഞ്ഞെങ്കിലും അതിനും പറ്റാത്തൊരു സാഹചര്യം എത്തി. കാരണം ഇയാൾ മകനുമായിട്ട് വഴക്കുണ്ടാക്കാൻ തന്നെ ഒരു പ്രധാന കാരണമുണ്ട്. ഈ മകൻ അവൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം അറിയിച്ചു. അന്ന് തുടങ്ങിയാണ് ഇവർ തമ്മിലുള്ള വഴക്ക്. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല, നിൻ്റെ വിവാഹം ഞാനിപ്പോൾ പുറകെ നടത്താൻ സമ്മതിക്കില്ല, ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് രവീന്ദ്രൻ വാശി പിടിച്ചു. ആ പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മകൻ ഗോപുവും വാശി പിടിച്ചു. അങ്ങനെയാണ് രണ്ടുപേരും കൂടെ തമ്മിൽ ഈ ശത്രുതയിലാവുകയും വഴക്കുണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ടാണ് മകൻ വിട്ടിട്ട് പൂർണ്ണമായിട്ടും വീട് അകന്ന് മാറുന്നത്. ഈ വഴക്കിൽ ഞാൻ മകനെ സപ്പോർട്ട് ചെയ്തെന്നുള്ള കാരണം പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയപ്പോഴാണ് ഞാനും ഇവിടെ നിന്ന് മാറി മകനോടൊപ്പം താമസമാക്കി. ഈ വിവരം നന്ദിനി പറഞ്ഞത് അതുപോലെ രേഖപ്പെടുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് നടത്തിയ അന്വേഷണങ്ങളിൽ ഈ രവീന്ദ്രന് ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടത്. പല ഡോക്ടർമാരും കാണുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്യുമായിരുന്നു. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കാണാനായിട്ട് അടുത്ത ദിവസം തന്നെ രാവിലെ അവിടെ എത്തി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ശാന്തൻ്റെ പറഞ്ഞതെന്തെന്ന് പറഞ്ഞാൽ, ഈ രവീന്ദ്രൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഞാൻ തന്നെയാണ്, പക്ഷേ അതിൽ മരണകാരണം ഈ ശരീരത്തിലുള്ള മുറിവുകളല്ല. ഈ ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവ് അത് സ്വയം ഉണ്ടാക്കുക മുറിവുകളാണ്. അതാണ്, അതിന് ആഴം കുറവാണ്. ആദ്യത്തേതിന് കുറച്ച് ആഴമില്ല, ശകലം ചെറിയ മുറിവാണ്. അതിനടുത്തത് കുറച്ചുകൂടെ വലിയ മുറിവാണ്. ഇത് സ്വയം ഉണ്ടാക്കുന്ന മുറിവുകളാണ്. ഇതിനെ ഹെസിറ്റേറ്റഡ് വൂണ്ട് എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത്.
പൂർണ്ണമായിട്ടും ഒരാൾക്ക് ഇത്രയും ആഴത്തിൽ കുത്തി മുറിച്ച് മരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലിങ്ങനെയാണ് ഇതാണ് കാരണം. പക്ഷെ മരണ കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾ മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ചിട്ടുണ്ട്. അതാണ്. അതാണ് യഥാർത്ഥത്തിൽ മരണകാരണം. പക്ഷേ ആ മരണത്തിൻ്റെ എന്താ വിഷം കഴിച്ചതെന്നുള്ളതിന് അറിയണമെങ്കിൽ ഇനി പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞ് പിന്നെ കെമിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഡോക്ടർ പറഞ്ഞത് അത്ഭുതത്തോടെ കേട്ടിരുന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഞാനിതെല്ലാം വിശദമായിട്ട് റിപ്പോർട്ട് എഴുതി തരാം. ഇത് സ്വയം ഉണ്ടാക്കിയ മുറിവുകളാണെന്നും മരണകാര്യം വിഷം വിളിച്ചെന്നാണെന്നുള്ള അതിനുള്ള സർട്ടിഫിക്കറ്റ് തരാം. ഈ ഡോക്ടർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നേരെ പോരുകയും ചെയ്തു വീട്ടിലെത്തി. ഇവിടെ മടങ്ങിയെത്തുമ്പം ഈ രവീന്ദ്രൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, വെറിയലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഞാൻ അവിടെ എത്തുന്നത്. നന്ദിനി അവിടെ ഉണ്ടായിരുന്നു. നന്ദിനിയോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, സർ നന്ദിനിയോട് ചോദിച്ചു, ഈ രവീന്ദ്രൻ മറ്റ് മരുന്നുകളോ വല്ലതും കഴിക്കുന്നതല്ല അറിയാം. സാർ ഏതോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കാണാൻ പോകുന്നതും അദ്ദേഹം മരുന്ന് കുറിച്ച് കൊടുക്കുന്നതും എനിക്കറിയായിരുന്നു. എന്ത് മരുന്നാണെന്നോ ഏത് ഡോക്ടറെ കാണാൻ പോകുന്നതെന്നോ എനിക്കറിയില്ല. ഉടനെ അവരുടെ അനുഭവത്തോടുകൂടി തന്നെ രവീന്ദ്രൻ്റെ മുറി ഒന്നുകൂടെ പരിശോധിച്ചപ്പോൾ സൈക്കാട്രിസ്റ്റ് സുന്ദറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കിട്ടി. അപ്പോൾ മരുന്ന് കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ സ്ട്രോങ് മെൻ്റൽ ഡിപ്രഷനാണ്. ഇയാൾ പല രോഗത്തിൻ്റെ അടിമയാണ്. അതോടൊപ്പം ഈ കരള് ഏകദേശം ദ്രവിച്ച് പോയിട്ടുണ്ടെന്നാണ് സർട്ടിഫിക്കറ്റ് ഡോക്ടർ പറഞ്ഞത്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ. അപ്പോൾ ഇയാളും പറയുന്ന ഇയാൾ ഒരുപാട് രോഗം കടിമയാണ്. പക്ഷേ അതിനോടൊപ്പം മെൻ്റൽ ഡിപ്രഷൻസ് സ്ട്രോങ് ആയിട്ട് വന്നതുകൊണ്ട് ഇത് സ്വയം ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അവർക്ക് കൂടും. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കാനുള്ള ചിന്താഗതിയും ഇവർക്ക് ഉണ്ടാവും. ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും രവീന്ദ്രൻ്റെ നേർക്ക് വന്നപ്പോൾ പോസ്റ്റിൽ വന്ന ആ കവർ എടുത്ത് ഒന്നുകൂടെ പൊട്ടിച്ച് വായിച്ചത്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എടാ രവീന്ദ്ര, നീ എൻ്റെ അമ്മയെ ചതിച്ച് വഞ്ചിച്ച് എല്ലാ പണവും നീ അപഹരിച്ചെടുത്തു. അത് പോട്ടേന്ന് വയ്ക്കാം. നീ വീണ്ടും അവരെ ഉപദ്രവിക്കുന്നത് ഒരു മകനെന്ന നിലയിൽ എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ഞാൻ നിന്നോട് പകരം ചോദിച്ചിരിക്കും എന്ന് ദീപു എന്ന് എഴുതി കവറിലിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. രവീന്ദ്രൻ്റെ അഡ്രസ്സിലാണ് കത്ത് വന്നിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ സീല് വന്ന് നോക്കിയപ്പോഴാണ് നെയ്യാറ്റിൻകര എന്ന് തന്നെയാണ്. അപ്പോൾ ഗോപു കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. ഈ കഴക്കൂട്ടത്തുള്ള ഗോപു നെയ്യാറ്റിൻകര വന്ന് ഈ കത്ത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് മനസ്സിലായി. പക്ഷെ ഉടനെ തന്നെ ആ സർവേരിച്ച് ബന്ധവസ്ഥ എടുത്ത ഈ കത്തും ഈ ഹാൻഡ് റൈറ്റിങ്ങിനെ അറിയാൻ അയാളെ നോട്ട്ബുക്കും എടുത്തിട്ട് തന്നെ അതിന് പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനയ്ക്ക് അയച്ചതോടൊപ്പം തന്നെ ഈ അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഉടനെ തന്നെ ഈ ദീപുവിനെ ഇവിടേക്ക് വിളിക്കാൻ പറഞ്ഞയച്ചിരുന്നു. കാരണം ദീപു ഇവിടെ വന്നിട്ടില്ല. അയാൾ എത്ര നാൾ വളർത്തച്ഛനല്ലേ, വന്നിട്ടില്ല. ദീപുവിനെ വിളിക്കാൻ ഏർപ്പെടുത്തിയ പോലീസുകാർ കൃത്യമായിട്ട് അയാളെ വിളിച്ച് എന്നോട് കൊണ്ടു. താനെന്താ ഇവിടെ വരാതിരുന്ന, ഒരാൾ മരിച്ചുപോയെന്ന് അറിഞ്ഞിട്ട് വരാത്തെന്താ? സാർ അത് ആളുകൾ പറയുന്ന ഞാനാണ് ഇതിൻ്റെ കൊലയാളിയാണ്. എന്താ അല്ലേ? ഒരു തമാശയ്ക്കാണെങ്കിൽ ഞാൻ ചോദിച്ചെങ്കിലും പക്ഷെ അത് അയാളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. അയാളുടെ ശ്വാസം നിലച്ചു പോകുന്നുള്ള കണ്ടീഷനിലായി ആയപ്പോൾ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ വരട്ടെ, അതൊക്കെ നമുക്ക് അന്വേഷിക്കാം. നിങ്ങൾ തമ്മിൽ വിരോധം ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാരണം എന്താണ്? സാർ ഞാൻ ഒതുങ്ങി കഴിയുന്ന സ്വഭാവമായിരുന്നു. പക്ഷേ ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കും എന്നൊരു തീരുമാനം എടുത്തതോടുകൂടി ഇയാൾക്ക് എന്നോട് ശത്രുതയായി. അപ്പോൾ അയാൾ ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കരുതെന്നൊരു നിർബന്ധം പിടിച്ചു. ഞാൻ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള വാശി ഞാനും എടുത്തു. അന്ന് മുതൽ അയാൾ പ്രഖ്യാപിച്ചു, ഞാൻ നിൻ്റെ വിവാഹം നടത്താൻ അനുവദിക്കില്ല. അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുമെന്ന് അയാൾ വെല്ലുവിളിച്ചിരുന്നു. സാറേ, കഴിഞ്ഞ 10-ാം തീയതി 14-ാം തീയതിയാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്.
ഈ 10-ാം തീയതി എന്നെ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ജയിലിനകത്താക്കും, അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, നിനക്ക് ആ വിവാഹം നടത്താൻ എന്നെ അനുവദിക്കില്ല എന്ന് എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞതെല്ലാം കേട്ടിരുന്നിട്ട് പറഞ്ഞു, 14-ാം തീയതിക്ക് ഇനി ദിവസമില്ലല്ലോ, ഒരു കാര്യം ചെയ്യും, ഞാൻ 14-ാം തീയതി വിവാഹം കഴിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോകും, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സം ഉണ്ടാവില്ല. പിന്നെ തൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തിരിച്ചറിയാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബുക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ട് താൻ പൊക്കും. സന്തോഷത്തോടെ ദീപു പോവുകയും ചെയ്യും. ഈ അവൻ്റെ അമ്മയോട് ചോദിച്ചതിലാണ് ഈ എന്തുകൊണ്ടാണ് ഇയാൾ രവീന്ദ്രൻ ആ കുട്ടിയെ വിവാഹം കഴിക്കരുതെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സർ, അത് ഗോപു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇയാളുടെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന 2 പെൺമക്കളുണ്ടായിരുന്നു. ആ വീട് പോലും വിറ്റ് നയാ പൈസ വിട്ടുകൊടുക്കാതെ വാങ്ങി ഇയാൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പം ആ പെൺകുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികളാണ്. അതിലൊരു പെൺകുട്ടിയാണ് പഠിച്ച് ടെക്നോ പാർക്കിൽ ഈ ജോലിക്ക് വന്നത്. ഈ ദീപുവിനോടൊപ്പം ജോലി ചെയ്യാനും അവർ തമ്മിൽ പരിചയമായി. അവൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാനും അവനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാരണം പറഞ്ഞ് ഞങ്ങൾ ഈ അവർ രണ്ടുപേരും സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് ദീപു നടന്നു പോകുന്നപ്പോഴാണ് ആലോചിച്ചത് ഇതെങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കും. ജീപ്പിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് 2-3 പ്രധാനികൾ സ്ഥലത്തെ ദിവ്യന്മാരെ അടുത്തെത്തി. സാർ, ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളെ വന്ന് കുത്തി കൊലപ്പെടുത്തിയിട്ട് ഇപ്പം 2-3 ദിവസം കഴിഞ്ഞിരിക്കുന്നു, പ്രതിയെക്കുറിച്ചൊരു സൂചനയുമില്ല, ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്, പ്രതിയെ പിടിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും. അപ്പോൾ അത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓക്കെ, ഞാൻ നോക്കാം എന്ന് മറുപടി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുകയും ചെയ്തു. തിരിച്ചു വന്നിട്ട് ഇതുവരെയുള്ള അന്വേഷണ ഫയലുകളെല്ലാം റെക്കോർഡുകളെല്ലാം എടുത്ത് നോക്കിയിട്ട് എഴുതി, കടുത്ത ഡിപ്രഷന് രോഗത്തിന് അടിമയായ രവീന്ദ്രൻ സ്വയം ആത്മഹത്യ ചെയ്യണമെന്നുള്ള പ്രവണത ഉള്ളത് കൂടാതെ മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കണം എന്നുള്ള തീരുമാനമുള്ള ആളാണ്. അതിലേക്കാണ് അയാൾ സ്വയം ഒരു കത്തി കൊണ്ട് സ്വയം മുറിവുണ്ടാക്കി മറ്റൊരാൾ മുറിവേൽപ്പിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയത് കൂടാതെ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി മദ്യത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇതിനെല്ലാം തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്, എല്ലാം തെളിവുകളും ഉണ്ടായിരുന്നു. കത്തും ഇയാളെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി അയാൾ ചെയ്തതെന്ന് പ്രതിയാക്കാൻ വേണ്ടി ഈ രവീന്ദ്രൻ തന്നെ തയ്യാറാക്കി പോസ്റ്റ് ചെയ്ത ലെറ്ററാണെന്ന് അയാളെ ഹാൻഡ് റൈറ്റിംഗ് പരിശോധനയിലുള്ള റിസൾട്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് തയ്യാറാക്കി മേലധികാരികൾക്ക് അയച്ചു കൊടുക്കുകയും അവരോട് വിവരങ്ങൾ പറഞ്ഞതനുസരിച്ച് അതിന് അനുവാദം നൽകുകയും ചെയ്തു. അങ്ങനെ ആ കേസ് ഈ രവീന്ദ്രൻ സ്വയം മുറിപ്പെടുത്തിയതാണ്, സ്വയം ആത്മഹത്യ ചെയ്തതാണെന്നുള്ള ഫൈൻഡിങ്സ് എഴുതി അയക്കുകയും ചെയ്തു. അപ്പോഴും മനസ്സിൽ വന്നത് ആ ദീപുവിൻ്റെ മനസ്സിൻ്റെ ധൈര്യമാണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും സ്നേഹിക്കുന്ന പെണ്ണിനെ ഒരിക്കലും കൈവിടില്ല എന്ന നിലപാട് സ്വീകരിച്ച ആ ദീപു, അവൻ്റെ മനസ്സ് വലുതാണ്. ഈ പ്രതിസന്ധികൾ വരുമ്പോൾ തളരുകയല്ല, അതിനെ സധൈര്യം നേരിടുകയാണ് മനുഷ്യർക്ക് വേണ്ടത്. ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കും.